വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ വിഷ്ണു ആണെങ്കിൽ തിരികെ വീട്ടിലേക്ക് വന്നിട്ട് കലണ്ടറിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഡേറ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇത് കണ്ടുകൊണ്ട് വരികയാണ്. അന്നേരം എന്താ വിഷ്ണു ഏട്ടാ ഡേറ്റൊക്കെ അടയാളപ്പെടുത്തി വെക്കുന്നത്, ഓർത്ത് വെക്കേണ്ട വല്ല ദിവസമാണോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ മുഖം ആകപ്പാടെ ഒരു വിഷമമൊക്കെ നിറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അത് മറച്ചു വെച്ച് വിഷ്ണു പറയുന്നുണ്ട്, ചിലപ്പോൾ അന്നൊരു വിശേഷ ദിവസമായി മാറിയാലോ എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് യോഹന്നാൻ്റെ വീടാണ്. അവിടെ ഡെയ്സിയും പിന്നെ ആ ശിവൻ്റെ ആ ഒരു പ്രശ്നത്തിൽ യോഹന്നാനാണെങ്കിൽ ആൻ്റണിയോട് പറയുന്നുണ്ട്, എടാ മോനെ ആൻ്റണി, ആ ഡേവിസിനോട് ഇങ്ങോട്ട് വരാൻ പറയും, എന്നിട്ട് ഇവരുടെ മനസ്സിൽ ശിവനെ പുറത്തെടുക്കണം, അവൻ വിചാരിച്ചാലേ നടക്കൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഡെയ്സി ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഡേവിസ് എന്ന് പറയുന്ന ഒരാളിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണിക്കുന്നുണ്ട്. അതിനി ഡെയ്സിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണോ അതോ ഇനി യോഹന്നാൻ്റെ മറ്റൊരു മകനാണോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല. അതൊരു വില്ലൻ കഥാപാത്രം തന്നെയായിട്ടാണ് കാണിക്കുന്നതൊക്കെ. പക്ഷേ ഡെയ്സി ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ വിഷ്ണുവും ശാലിനിയും കൂടി കടപ്പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അതാ അവരന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വരുന്ന ആ ഒരു വഴിയായിരിക്കും. അന്നേരം കടപ്പുറത്ത് ഇങ്ങനെ അവർ തിരകളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ മടിയിലേക്ക് ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. വിഷ്ണു ആകപ്പാടെ ഒരു വിഷമവും മൂഡൗട്ടും ശാലിനിയുമായിട്ട് എന്തോ പിരിയാൻ പോകുന്നു എന്നുള്ള ആ ഒരു വിഷമമാണ് വിഷ്ണുവിൻ്റെ മനസ്സ് മുഴുവൻ. എന്നിട്ട് ശാലിനിയുടെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഹൃദയം ഇടിക്കുന്നത് തന്നെ തനിക്ക് വേണ്ടിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ കടപ്പുറത്തേക്കാണെങ്കിൽ ചന്ദ്രബോസ് വരുന്നുണ്ട്. യൂണിഫോമിലൊന്നും അല്ല. ചന്ദ്രബോസ് ആണെങ്കിൽ സസ്പെൻഷനിലാണെന്ന് തോന്നുന്നു. ആകെ താടിയൊക്കെ വളർത്തിയ ഒരു പ്രാകൃത രൂപം എന്ന പോലെയാണ് കാണിക്കുന്നത് ചന്ദ്രബോസിൻ്റേത്. പക്ഷേ ചന്ദ്രബോസിനെ കാണുമ്പോൾ വിഷ്ണു അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. പക്ഷേ ചന്ദ്രബോസ് വിഷ്ണുവിന് നേരെ ഇങ്ങനെ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. അന്നേരം ശാലിനിയും നോക്കിക്കൊണ്ടിരിക്കുന്നു, വിഷ്ണുവും നോക്കിക്കൊണ്ടിരിക്കുന്നു, ചന്ദ്രബോസിൻ്റെ ആ ഒരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ. ഈ 2-3 സീനാണ് വന്നിരിക്കുന്നത്. ഇനി ചന്ദ്രബോസിന് വിഷ്ണുവിനോട് പക വീട്ടാനാണോ അതോ ഇനി ചന്ദ്രബോസിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളതൊന്നും കാണിക്കുന്നില്ല എന്താണെന്നുള്ളത്. അതേപോലെ തന്നെ ഡെയ്സിയുടെ കാര്യത്തിൽ യോഹന്നാൻ ഒരു തീരുമാനമെടുക്കും. പക്ഷേ ശിവൻ ഡെയ്സിയെ കൊണ്ടുപോകുമായിരിക്കും. അതോടൊപ്പം തന്നെ വിഷ്ണു ആണെങ്കിൽ ചികിത്സയ്ക്ക് പോകുന്ന ആ ഒരു ഡേറ്റ് ആയിരിക്കും ഇങ്ങനെ അടയാളപ്പെടുത്തി വയ്ക്കുന്നത്. അല്ലാതെ വിഷ്ണുവിനൊന്നും സംഭവിക്കത്തൊന്നുമില്ല. കുറച്ച് നാളത്തേക്ക് വിഷ്ണു ഒന്ന് മാറി നിൽക്കുമായിരിക്കും. അപ്പോൾ ആ ഒരു പിരിയലിൻ്റേതാണ്. പിന്നെ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് വിഷ്ണുവിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് വിഷ്ണു അങ്ങനെ അടയാളപ്പെടുത്തി വയ്ക്കുന്നതും ഒക്കെ. ഓപ്പറേഷൻ കഴിഞ്ഞാൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് വിഷ്ണുവിന് പോലും അറിയില്ല. സമയം വൈകി എന്നുള്ളത് ഡോക്ടർ പറയുന്നേ ഉള്ളൂ ചികിത്സ തുടങ്ങാനായിട്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ വിഷ്ണു ഓരോന്നോരോന്ന് ഒതുക്കി വയ്ക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. പക്ഷേ വിഷ്ണുവിനൊന്നും സംഭവിക്കത്തൊന്നുമില്ല. അങ്ങനെ തന്നെ വിഷ്ണു തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.